നമ്മുടെ പാറ്റകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹന സമരം അസഹനീയമായ ഒരു തലത്തിലേക്ക് എത്തി. എന്താ പ്രശ്നം രാജ? നീറ്റ് എക്സാം പോലെയുള്ള ഒരു എക്സാം ഇപ്പൊ ഭരിക്കുന്നവർക്ക് അവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഈ കുറ്റകൃത്യം കണ്ടുപിടിച്ചത് ഗവൺമെന്റോ ഇന്റലിജൻസോ അല്ല. ഈ രാജ്യത്ത് പണം കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് ആളുകൾ എഴുതി പാസ്സാകും. ഇത്തരം ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പോലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? കോൺഗ്രസിന്റെ പ്രതിയോടൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു വിഷമാണ് തോന്നുന്നത്. കാരണം അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഈ മുൻകാലങ്ങളിൽ ഇതുണ്ടായ സമയത്ത് BJP എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ആത്മാർത്ഥമായിട്ട് അവർക്ക് എങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ആലോചിച്ചു പോണത്. കാരണം അങ്ങനെ എന്തു ചെയ്തു എന്നുള്ള ഉത്തരമാണല്ലോ കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CJPയുടെ ഒരു ഉയർച്ച വന്നപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടത് എന്താണ്? ഇത് BJPയുടെ ഒരു പ്ലാനാണ് CJP എന്ന് പറയുന്നത്, അപ്പൊ അതുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് പോകരുത് എന്ന് വരെ പറയുന്നത് നമ്മളിവിടെ കേട്ടു. അതുകൂടാതെ ചില മുസ്ലിം ബോഡീസ് അവർ പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അവരെന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ ആരും അതിൽ പോയി തലയിടരുത്, അതിൽ പ്രശ്നം വന്നാൽ നമ്മൾക്ക് രാജ്യദ്രോഹികളാവുന്ന വിഷയം ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് അതിൽ പോയി തലയിടരുത് എന്ന് അവർക്ക് പ്രത്യേകമായ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ചില വാർത്തകൾ വരെ കണ്ടു. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. സമരം ചെയ്ത് പാറ്റകൾക്കും മടുത്തു. ഇവരുടെ സമരം കണ്ട് സർക്കാരിനും മടുത്തു, പോലീസിന് പ്രത്യേകിച്ചും മടുത്തു. 5 IPS ഓഫീസർമാരെയാണ് ഇവന്മാർ ഇടിച്ച് അകത്ത് കയറ്റിയിരിക്കുന്നത്. കട്ടക്കല ഇവന്മാർ അടിച്ച് തകർത്തിട്ടുണ്ട്, പോലീസ് വണ്ടി ഇവന്മാർ അടിച്ച് തകർത്തിട്ടുണ്ട്. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല, നേരത്തെ കുത്തും ഞാൻ. ആ പോലീസ് വണ്ടിയുടെ മുകളിൽ കയറി ഇവന്മാർ താണ്ഡവ നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അല്ല, അതാണ് നരേന്ദ്രമോദിക്ക് വേണ്ടത്. കാരണം ഇവന്മാരുടെ പ്രതിഷേധം സമാധാനപരമായിട്ട് ഗാന്ധിത്തല വെച്ചുകൊണ്ടാണല്ലോ ഇവന്മാർ പ്രതിഷേധം നടത്തിയത്. സമാധാനമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇത്രയും നാൾ അവിടെ ബിരിയാണിയും കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിച്ചപ്പോഴൊന്നും പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ. പാർലമെന്റിൽ സെഷൻ നടക്കുമ്പോൾ സ്വനത്തണം. എന്ത് തോന്നിയ നിങ്ങളൊക്കെ വിചാരം? അങ്ങനെ സ്വനത്താനായിട്ട് പോയിട്ട് പോലീസിനെ അടിക്കുന്നു. പോലീസിനെ അടിയുമ്പോൾ പോലീസ് എന്ത് ചെയ്യും? വെറുതെ ഇരിക്കില്ല, പോലീസ് കയറി മേയും. അത് ഇപ്പൊ കേരളത്തിൽ കയറി മേയുമ്പോൾ നിങ്ങൾ വാർത്തയാക്കും, അവിടെ കയറി മേയുമ്പോൾ ഭരണകൂട ഭീകരത. എന്തല്ലേ? ഇതാണ് പോലീസിനെ അവന്മാര് തൂത്തുവിറക്കിയിട്ട് അടിക്കുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. ഒരു പോലീസുകാരനെ അതിഭീകരമായിട്ടാണ് മർദ്ദിക്കുന്നത്. പോലീസിനെ കല്ലെറിയുന്ന വിഷ്വല്, അവിടെ പോലീസിനെ അടിക്കുന്ന വിഷ്വല്, ഒരു പോലീസുകാരനെ അറഞ്ചും പുറഞ്ചും കൊടുത്തിട്ട് അടിക്കുകയാണ്. കേരളത്തിലാണ് ഇങ്ങനെ ഒരു പോലീസുകാരനെ അടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടുത്തെ സോക്കോൾഡ് നാഷണൽ മീഡിയാസ് പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു. അതിൽ അഭിമാനത്തോടെ മലയാളികൾക്ക് ഓർത്തുവെക്കാൻ കഴിയുന്ന ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളാണ് ആദ്യം മുതൽ ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടത്ര പ്രാധാന്യം ഒരു പരിധിവരെയെങ്കിലും നൽകിയത്. ബാക്കി മുഴുവൻ പേരും ഒരു പ്രോ BJP അല്ലെങ്കിൽ പ്രോ യൂണിയൻ ഗവൺമെന്റ് നരേറ്റീവ് സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കുള്ളൂ. ഈ വിഷ്വൽസ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാണിക്കാത്ത വിഷ്വൽസ് കാണ്ഡമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഉമാര് പറയുന്നത് ഭരണകൂട ഭീകരതയാണ് ഈ നടക്കുന്നത്, മാങ്ങാത്തൊലിയാണ് നടക്കുന്നത്, തേങ്ങാ കൊലയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞവർ രംഗത്തെത്തുകയാണ്. ഇനിതാ പോലീസ് വണ്ടി തകർക്കുന്ന ഒരു വിഷ്വലാണ് ഇവിടെ കാണുന്നത്. പോലീസ് വണ്ടിയെ ചവിട്ടുന്നു, ഉന്തുന്നു, തള്ളുന്നു. ഇവന്മാരെയാണ് മറ്റേ ഒരു കയ്യിൽ എന്തൊരു പൂവും മറ്റേ കയ്യിൽ ഗാന്ധിത്തലയും പിടിച്ചോണ്ട് വന്നു എന്ന് ഇവിടെ ഇട്ട് ന്യായീകരിക്കുന്ന ടീം എന്ന് പറയുന്നത്. ഈ സമരത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആള് വളരെ കുറവായിരുന്നു. കാഴ്ചക്കാർ തന്നെ കുറഞ്ഞു, പങ്കെടുക്കുന്നവരുടെ എണ്ണം അതിലും കുറഞ്ഞു. ഈ സമരം ഇങ്ങനെ പോയാൽ ഒരു സ്ഥലത്ത് എത്തുകയില്ല എന്നവർക്ക് മനസ്സിലായി. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അനുഭാവം അറിയിക്കാനും സഹാനുഭൂതി പ്രദർശിപ്പിക്കാനും ഒക്കെ ആദ്യഘട്ടത്തിൽ കുറച്ച് പേരുണ്ട്. പിന്നെ ആരെയും കിട്ടാതെ ഇത് തന്നെ അവസരം. നമ്മുടെ രാജ്യസഭാ മെമ്പർ ഡബിളെ റഹീമും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖില ലോക നേതാക്കളായ MA ബേബിയും പിന്നെ ബൃന്ദ കാരാട്ട് മാത്രമാണ് ഇടക്കിടക്ക് അവിടെ പോയി എന്തെങ്കിലും കുശല പ്രശ്നമെങ്കിലും ചോദിച്ചത്. ഇവർക്കൊക്കെ ഹിന്ദി വളരെ വീക്കായതുകൊണ്ട് അങ്ങനെ വലിയ ആശയവിനിമയം നടത്താൻ പറ്റിയില്ല. അത് നന്നായി. പിന്നെ ഡബിളെ റഹീം ഇംഗ്ലീഷിൽ അത്യാവശ്യം ഡയലോഗ് അടിച്ച് പിടിച്ചു നിൽക്കുന്നു. We are aware yesterday the country has been witnessed a very brutal attack, police attack against students and youth. It is very shameful. என்ன செய்ய முடியும்? ഇംഗ്ലീഷിലേ പേசி പഴക്കമായി പോச்சு. അങ്ങനെ ഈ സമരം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഈ പാറ്റ സമരം ഞങ്ങൾ വിജയിപ്പിക്കും എന്നൊക്കെ ചിലർ വായ്ത്താരി മുഴക്കെങ്കിലും ഖദർ ഉപായത്തിൽ പൊടി പറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആരോരും ശ്രദ്ധിക്കാത്ത സമരത്തിന് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പുണ്യവും കിട്ടാനില്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ ബുദ്ധിപൂർവ്വം പിന്മാറി. എനിക്ക് നേരത്തെ അറിയാം. വിജയകരമായി പിന്മാറി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ അടുത്ത ഘട്ടത്തിൽ പാറ്റ സമരം ആളിക്കത്തി. ആ പാറ്റ സമരക്കാർ അത്യാവശ്യം പോലീസിന് നേരെ ബലപ്രയോഗം നടത്തി. പോലീസുകാർ സാമാന്യം നന്നായിട്ട് ഗംഭീരമായിട്ട് ബലപ്രയോഗം നടത്തി, നല്ല അസൽ അടിവെച്ചു കൊടുത്തു. കണക്കിന് കിട്ടി, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിട്ടിയത് കുറഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസുകാർ പാറ്റ സമരക്കാരെ മർദ്ദിച്ചുകൂടി സംഗതി മാധ്യമങ്ങളൊക്കെ തിരിച്ചു. അതുവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് ചരമക്കോളത്തിൻ്റെ അപ്പുറത്ത് മാത്രമാണ് വാർത്ത വന്നത്.
അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നമ്മുടെ മാധ്യമങ്ങൾ 24 മണിക്കൂറും കൊടുത്തിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ CJP എന്ന് പറയുന്ന ഇവന്മാരെ പോലീസ് അടിക്കുന്നു, പോലീസ് ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ്. ഭരണകൂട ഭീകരതയാണ്. കാരണം ലാത്തി ചാർജ് നടത്തുന്നു വിദ്യാർത്ഥികൾക്കെതിരെ. നമ്മുടെ കേരളത്തിൽ ഇവിടെ SFIക്കാർ തലങ്ങും വിലങ്ങും അടികൊള്ളുന്നുണ്ട്. അടികൊണ്ട് തലയൊക്കെ പൊട്ടി ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. KSUക്കാരും തലങ്ങും വിലങ്ങും അടികൊള്ളുന്നുണ്ട്. അതൊന്നും ഭരണകൂട ഭീകരതയല്ലേ? ഇവിടുത്തെ സർക്കാർ, അതിപ്പം മുമ്പിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നാലും ഇപ്പം ഇരുന്ന UDF സർക്കാരായിരുന്നാലും എന്താണ് അവന്മാരെ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. തട്ടി തോളി കയറ്റി ആടിയും കൊടുത്ത് തുണിയും പറിച്ച് അകത്തോട്ട് എടുത്തിടും. അപ്പം നമുക്ക് ഭരണകൂട ഭീകരതയാവില്ലത്. കാരണം കേന്ദ്ര സർക്കാർ അതായത് ഒരു പ്രൊട്ടസ്റ്റിന് നേരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അതൊരു ഭരണകൂട ഭീകരതയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഏതായാലും പാറ്റ സമരം അക്രമാസക്തമാകുകയും സമാധാനപരമായി സമരം ചെയ്യുന്ന ഈ സമരക്കാരെ പോലീസുകാർ സാമാന്യം നന്നായി സൽക്കരിക്കുകയും ചെയ്തതോടെ സംഗതി ഗുരുതരമായി. പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്കെത്തി. രാജ്യം മുഴുവനും ജന്തർ മന്ദറിലേക്ക് ഉറ്റുനോക്കുന്ന അവസ്ഥയുണ്ടായി. ഏതാണ്ട് അണ്ണാ ഹസാരയുടെ സമരം പോലെയാണ് ഈ സമരം എന്ന് ചില മാധ്യമങ്ങളെങ്കിലും പറയാൻ തുടങ്ങി. മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വലിയ വെണ്ടയ്ക്കും വഴുതനങ്ങയും മത്തങ്ങയൊക്കെ നിറഞ്ഞു. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ പട്ടായയിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരിച്ചെത്തി. പാർലമെന്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ രാഹുൽജി ഇല്ലാതെ പാർലമെന്റ് കൂടാൻ പറ്റുകയില്ല. പാർട്ടികളും അത് കണക്കാക്കിയിട്ടാണ് സമരം ഒന്ന് ഊർജിതമാക്കിയത്. ഇവിടെ അക്രമം നടക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസുകാർ തേർവാഴ്ച നടത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കൂട്ടരാരും ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നില്ല, DYFIക്കാർ പോലും ഉണ്ടായിരുന്നില്ല. തല്ലുകൊള്ളാനായിട്ട് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജൂൺ 6 മുതൽ ഈ പറയുന്ന ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJPയുടെ പ്രതിഷേധം തുടങ്ങി. 21 ദിവസവും രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയിട്ടില്ല. രാഹുൽ ഗാന്ധി എന്ന് പോവാതിരിക്കും ചെയ്യട്ടെ. രാഹുൽ ഗാന്ധി എന്ന് പോവാതിരിക്കും ചെയ്യട്ടെ. ഇതൊക്കെ അവിടെ ആളുകൾ ഇന്റർനെറ്റ് സാക്ഷരതയുള്ള കാലഘട്ടത്തിൽ ഇത് ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന അജണ്ട വെച്ചിട്ടുള്ള നരേറ്റീവ് കൊണ്ടല്ല ആളുകൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവന്മാരെ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ ഭരണകൂട ഭീകരതയാണ്. ആ അഭിജിത്ത് ദീപ് എന്ന് പറയുന്ന മരമൊണ്ണയാണെങ്കിൽ പോലീസുകാരെ പിറകിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ കാലിൽ അവൻ വീഴുന്നു. പോലീസ് അവനെ ഇങ്ങനെ പിടിച്ച് മക്കളെ എണീക്കട എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചപ്പോൾ അവൻ പോലീസിന്റെ മുഖത്തോട്ട് നോക്കി അയ്യോ മാറി, അതായത് അടിക്കല്ലേ സാറേ, എന്നെ അടിക്കല്ലേ എന്ന്. ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. തല്ല് കഴിഞ്ഞ ഉടനെ DYFIക്കാരും മാർക്സിസ്റ്റുകാരും എല്ലാവരും ഓടിയെത്തി. അവിടെ കുറച്ച് മാർക്സിസ്റ്റുകാരേ ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് കണക്കാക്കരുത്. ഉള്ള മാർക്സിസ്റ്റുകാരെല്ലാവരും ഓടിയെത്തി. CPIക്കാരും മടിച്ചു നിന്നില്ല. ഏതായാലും ഇങ്ങനൊരു സന്ദർഭത്തിൽ കോൺഗ്രസിന് മടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. കാരണം ഇത് ജനം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സംഭവമാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിന് ശേഷം ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ജന്തർ മന്ദറിലെ പാറ്റ സമരമാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? അങ്ങൾ പറഞ്ഞ 23 ദിവസം സമരം നടത്തിയിട്ട് അവരെ ആ സമരക്കാരെ ഒന്ന് കേൾക്കാൻ, സമരമല്ലേ, ആ സമരക്കാരെ ഒന്ന് കേൾക്കാൻ തയ്യാറായോ സർക്കാർ? ജനാധിപത്യമല്ലേ രാജ്യത്ത്? മാർച്ച് തുടങ്ങിയതിനു ശേഷം JP നദ്ദ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് കൊടുത്തല്ലോ. അതിനാടകീയമായിട്ടുള്ള വാചകമടിയൊന്നും നടത്തണ്ട. അപ്പോൾ പാർട്ടികൾ ഇങ്ങനെ സമരം ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ട്, ബംഗ്ലാദേശിൻ്റെ പിന്തുണയുണ്ട്, അമേരിക്കയുടെ പിന്തുണയുണ്ട്, ലോകരാജ്യങ്ങളിലൊക്കെ പിന്തുണയുണ്ട്. ലോകത്തെ എവിടെയൊക്കെ ജനാധിപത്യ വിശ്വാസികളുണ്ട് അവരൊക്കെ പാർട്ടി സമരത്തിന് പിന്തുണയാണ്. പാർട്ടികൾക്ക് പിന്തുണയുമായിട്ട് കോൺഗ്രസ് ചെന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പരാതിക്കേട വരും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ചെന്നില്ലെങ്കിൽ ഈ പാർട്ടി സമരത്തെ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയാനായിട്ട് DYFIക്കാർക്കും ഡബിൾ റഹീമിനൊക്കെ അവസരം കിട്ടും. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. മാധ്യമങ്ങളില്ല, വിഷ്വൽസ് പുറത്തു വരുന്നില്ല, ഇന്റർനെറ്റ് ബാനാണ്. ആ വിഷ്വൽസ് വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യം കൂടുതൽ ഇളകാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടി അനുരണനമാണ് കോൺഗ്രസിന് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതമായത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് രാഹുൽജി നേരിട്ടെത്തി, പ്രിയങ്കാജി എത്തി, എന്തിന് നമ്മുടെ ഡീൻ കുര്യാക്കോസ് വരെ എത്തി. അവിടെ നമുക്ക് മിസ് ചെയ്ത ഒരാൾ TN പ്രതാപനാണ്. സാധാരണ ഇതുപോലുള്ള സമരം കിടക്കുമ്പോൾ പ്രതാപൻജി അവിടെ ചാടിക്കയറി എത്തേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലായതുകൊണ്ട് പുള്ളിക്ക് പോകാൻ പറ്റിയില്ല. അടുത്ത അവസരത്തിൽ അദ്ദേഹം എത്തുന്നതായിരിക്കും. പിന്നെ ബാക്കി ആളുകളൊക്കെ ഒട്ടും മോശമില്ലാത്ത പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിനുള്ളിലും പാർലമെന്റിന് പുറത്തും ഞങ്ങൾ സമരമായി മാറും. അത് ഇടതുപക്ഷം ആദ്യമേ തന്നെ ഇത് പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾ ആദ്യമേ തന്നെ മറ്റാർക്ക് വേണ്ടിയും കാത്തു നിന്നില്ല. ഈ മൊമെന്റം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദ്യം തിരിച്ചറിഞ്ഞ പൊളിറ്റിക്കൽ ബ്ലോക്ക് അത് ഇടതുപക്ഷമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? യഥാർത്ഥത്തിലുള്ള ആരാണ് വിദ്യാർത്ഥി? അവിടെ AAPയുടെ നേതാക്കൾ വന്നു. അവിടെ SFIക്കാരും ASFകാരും AAPയുടെ നേതാക്കളുമാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇതിൽ ആരാണ് വിദ്യാർത്ഥി? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്.
പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്നതൊരു സ്ഥാപിത സത്യമായിട്ട് അങ്ങ് സംസാരിക്കും. അങ്ങയുടെ പക്ഷമേ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് മുറിവുണ്ട്, അതിപ്പോ ആ ദൃശ്യം കണ്ടാ അറിയാലോ. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്ന് ഡൽഹിയിലുള്ള നിങ്ങളുടെ റിപ്പോർട്ടർക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അയാൾ പറഞ്ഞു എന്ന വിവരം വെച്ച് ഇവിടെ വാർത്ത അവതരിപ്പിക്കുന്ന നിങ്ങൾ ചവിട്ടിയത് നിങ്ങൾ കണ്ടതുപോലെ പറയണം. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര പൊടിയുന്ന ദൃശ്യങ്ങളില്ലേ, അതിപ്പോ ശങ്കുട്ടിദാസിനും കണ്ടൂടെ? ശരി, പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ KSU സമരത്തിൽ ആളുകൾ ചോര ഒലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ ആ പോലീസ് വാഹനത്തിനുള്ളിൽ കയറി തന്നെ അങ്ങോട്ട് ഇരുത്താൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ കോളറിൽ പിടിക്കുകയും അയാളെ പിടിച്ച് തള്ളുകയും അയാളുടെ പുറത്തടിക്കുകയും ചെയ്യാണ്. അവിടെ കൂടെയുള്ള പോലീസുകാർ പറയുന്നുണ്ട് ചെയ്യരുത് ചെയ്യരുത്. അവന്റെ നിത്യകൂലിക്ക് വേണ്ടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വേതനത്തിന് വേണ്ടിയിട്ട് പോലീസ് യൂണിഫോം ഇട്ട് വന്നിട്ടുള്ള ഒരു സാധാരണക്കാരനെയാണ് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള ധാർഷ്ട്യം കൊണ്ട് ഈ MP പിടിച്ച് മർദ്ദിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലേ? രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. ആ പ്രിയങ്കയുമൊക്കെ പോലീസ് കയറ്റിക്കൊണ്ടുപോയി. ഡീൻ കുര്യാക്കോസ് ഒരു പോലീസുകാരനെ കയർക്കുന്നത് കണ്ടു. ഡീൻ കുര്യാക്കോസ് പറഞ്ഞ മലയാളത്തിൽ ആ പോലീസുകാരൻ ഹിന്ദി മാത്രം അറിയുന്ന ആളുമായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇപ്പോൾ സമരം വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊട്ടസ്റ്റ് CJPയുടെ പ്രൊട്ടസ്റ്റ് അവിടെ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ പോലീസ് എന്ത് ചെയ്തു? അവിടെ നിന്നും ഒരു പാട്ട കല്ലാണ് പോലീസ് പിറക്കിയെടുത്തത്. ഈ കല്ല് പിറക്കിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആ മരമൊണ്ണ പറഞ്ഞത് ഇത് പോലീസുകാർ ഞങ്ങൾ എറിയാൻ കൊണ്ടുവന്ന കല്ലാണ്. നീ എങ്ങനെ ഇരിക്കുന്നു? ഒന്നും അറിയാത്ത പാവം അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. എല്ലാ കളിയും കളിച്ചിട്ട് മാറുക. 118 പോലീസുകാർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 5 IPS ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ. ഈ പറയുന്ന CJP പ്രതിഷേധത്തിൽ ആകെ പരിക്ക് പറ്റിയിട്ടുള്ള പ്രതിഷേധക്കാരുടെ എണ്ണം 60 ആണെങ്കിൽ പരിക്ക് പറ്റിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം 120 അടുത്താണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പ്രതിഷേധവും ഇല്ലേ? ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. 2001 പാർലമെന്റ് അറ്റാക്കിന് ശേഷം അവിടെ അമിതമായിട്ടുള്ള സുരക്ഷയുണ്ട്. ആ മേഖലയിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അനുവദിക്കാറില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാർച്ച് നിങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾ ഡൽഹി പോലീസിൽ നിന്ന് മുൻകൂറായിട്ട് അപേക്ഷ കൊടുത്ത് നിങ്ങൾ അനുമതി മേടിക്കണം. ഒരു അപേക്ഷയും ഇല്ലാണ്ട് രാജ്യത്തിന്റെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി മാർച്ച് നടത്തുകയും അങ്ങനെ നിയമം ഉണ്ടാകുമ്പോൾ അവിടെ പ്രതിഷേധം പാടില്ല. നിനക്കൊക്കെ ഇന്നലെ പ്രതിഷേധം. അപ്പം നീയൊക്കെ പാർലമെന്റ് സെഷൻ തുടങ്ങുന്ന ഈ ദിവസം തന്നെ പ്രതിഷേധത്തിനായി സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു പാട്ട കല്ല് കണ്ടെടുത്തു. ആ ഒരു പാട്ട കല്ല് പോലീസ് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് യുവമാര് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തി. അതൊക്കെ അറിയാത്തവരുടെ അടുത്ത് പോയി കാണിച്ചാൽ മതി. പോലീസ് എന്നിട്ടും യുവമാർ എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ പോലീസ് എന്ത് ചെയ്തു? സമാധാനപരമായിട്ടാണ് പോലീസ് അവിടെ യുവമാരെ ഡീല് ചെയ്തത്. ഈ സമരം വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടും? അത് രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പക്ഷേ അതിൽ ഭയപ്പെട്ട് പിന്നോട്ട് പോയില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഈ പൊളിറ്റിക്കൽ മൊമെന്റം ഇന്ത്യയിൽ ആദ്യമായി ഈ വേവ് യഥാർത്ഥത്തിൽ ഒരു ജനം ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആദ്യമേ തന്നെ ശരിയായ പൊളിറ്റിക്കൽ നിലപാടെടുത്ത, രാഷ്ട്രീയ നിലപാടെടുത്ത പൊളിറ്റിക്കൽ ബ്ലോക്ക് ഇടതുപക്ഷമാണ്. അതിൽ നിർണായകമായ റോൾ CPIM ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തും. പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി പോയി പറഞ്ഞിട്ട് കാര്യം, ഇത് നല്ല കൂത്ത്. സമരം വിജയിച്ചാൽ ഡബിൾ റഹീമിന് വല്ല പുണ്യം ഉണ്ടാവും? ഇല്ല. ആമസോൺ കാർഡ് കത്തിയ പോലെ അത് ഡിവൈഡ് അക്കൗണ്ടിൽ ഒരു കണക്ക്, ഒരു എൻട്രി ആയിട്ട് വരും എന്നുള്ളതല്ലാണ്ട്. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? പറയൂ. എന്തായിരുന്നു ഇവർ കൊണ്ടുവന്ന നരേറ്റീവ്? ഇത് ചൈനയുടെ സ്പോൺസർഷിപ്പ് എന്നാണ്. സഖാവ് MA ബേബി ചൈനീസ് എംബസിയിൽ പോയതുമായി ബന്ധപ്പെട്ട് പുതിയ നരേറ്റീവ് ഉണ്ടാക്കി. സഖാവ് രാജ പോയതുമായി ബന്ധപ്പെട്ട് നരേറ്റീവ് ഉണ്ടാക്കി. ഞങ്ങൾ പക്ഷേ അതിൽ ഭയപ്പെട്ട് പിന്നോട്ട് പോയില്ല. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? രാജ്യത്ത് എമ്പാടും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ DYFIക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പുണ്യം കിട്ടാനില്ല. MA ബേബിക്കും കിട്ടാനില്ല. ഞങ്ങൾ ആദ്യം മുതലേ സമരത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ പിന്നീടാണ് വന്നത് എന്ന് നാട്ടും പുറത്ത് സഖാക്കന്മാർക്ക് വല്ല ചായക്കടയിൽ ഇരുന്ന് പറയാം എന്നല്ലാണ്ട് ഒരു വിശേഷമില്ല. എന്റെ കാര്യം പോക്കാ എന്റെ ശിവൻകുട്ടിയെ. ഇത് ഈ കാത്തു സൂക്ഷിച്ച് ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോവും എന്ന് പറഞ്ഞ അവസരമായി. സമരം ചെയ്യാനും കൊടി പിടിക്കാനും പാർട്ടിക്കാർ അവർക്ക് ഉത്തേജനം നൽകാനും പ്രോത്സാഹനം നൽകാനും ഡബിൾ റഹീം ഭയങ്കര എന്താ ഓരോ സംഭവങ്ങള്. അവസാനം ഈ കസ്തൂരി മാമ്പഴം മൂത്ത് പഴുത്ത് അതിന്റെ സുഗന്ധം പരക്കാൻ തുടങ്ങിയ സമയത്ത് വരുന്നു രാഹുൽ ഗാന്ധി. ഇപ്പൊ സമരത്തിന്റെ നായകനാരാണ്? രാഹുൽ ഗാന്ധി. നായികരാണ് പ്രിയങ്ക ഗാന്ധി. അതിന്റെ സഹനടനാരാണ്? ഡീൻ കുര്യാക്കോസ്. ഇത്രേ ഉള്ളൂ. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഏത് സമരം ഇതുപോലെയാണ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്. എല്ലാ സമരത്തിലും സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തം, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇങ്ങനെ സമരം ചെയ്യാൻ ചില ആളുകൾ, അതിന്റെ ഗുണം അനുഭവിക്കാൻ മറ്റു ചിലർ.